ടിജി ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തീ പിടിച്ചു, അവിടെ നിന്ന് പണം കണ്ടെത്തിയില്ല. ഇപ്പോൾ കരിഞ്ഞ നോട്ടുകൾ കണ്ടെത്തി. പക്ഷേ ഇപ്പോൾ ആകെ ഒരു പുകമറയായി അത് മാറുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നു, അവിടെ പ്രതിഷേധം ഉയരുന്നു. സത്യത്തിൽ എന്താണ് ഈ സംഭവിക്കുന്നത്? ഈ ജഡ്ജി സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ആരും അറിയാൻ പോകുന്നില്ല. ഇതിനു മുമ്പും എത്രയോ ജഡ്ജിമാരെ ചൊല്ലി ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങും എത്താതെ പോയി. ജഡ്ജിമാരുടെ ഒരു ഫ്രറ്റേണിറ്റി അങ്ങനെയാണ്, അവരുടെ ഒരു കൂട്ടുകെട്ട്. ലോവർ ജുഡീഷ്യറി വരെ അതുകൊണ്ട് കേട്ടോ, സുപ്രീം കോർട്ട് മുതൽ ലോവർ ജുഡീഷ്യറി വരെ അവരുടെ ഒരു ഐക്യദാർഢ്യമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരുത്തനെ അവർ ബലി കൊടുക്കില്ല. അതിങ്ങനെ തട്ടിയെ കൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർ മറക്കും. ഒരാളെ മാത്രമാണ് അവർ ഇംപീച്ച്മെൻ്റ്, അന്ന് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് മുഖർജി ആയിരുന്നു, ജഡ്ജ് രാമസ്വാമിയുടെ പേരുള്ള അലിഗേഷൻ കാശ് മേടിച്ചതൊന്നുമല്ല കേട്ടോ. പുള്ളി സുപ്രീം കോടതിയുടെ റൂൾസ് തെറ്റിച്ച്, ബജറ്റ് തെറ്റിച്ച് വീട്ടിലേക്ക് ബെഡ്, കർട്ടൻ, തലയണ ഇതൊക്കെ മേടിച്ചു. ഇത്ര വലിയ കാര്യമൊന്നുമല്ല, ബട്ട് അതൊരു ഇഷ്യൂ ആയി അന്ന്. അതെ, മുഖർജി എഴുതി തയ്യാറാക്കിയ ഒരു സ്പീച്ചുമായിട്ട് സുപ്രീം കോടതി ബെഞ്ചിൽ വന്നിട്ട് ആ സ്പീച്ചിലൂടെ പാർലമെൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുത്തു, ഈ രാമസ്വാമിയെ ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് റെക്കമെൻഡേഷൻ പ്രസിഡൻറ്റിന് കൊടുത്തു. പ്രസിഡൻ്റ് അത് ഹോം മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്തു. ഇംപീച്ച്മെൻറ്റിൻ്റെ പ്രൊസീജിയർ തുടങ്ങി. അത് വലിയൊരു ദുരിതമാണ് കേട്ടോ ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഈ ആദ്യം ലോക്സഭാ സ്പീക്കർ അംഗീകരിക്കണം, രാജ്യസഭാ സ്പീക്കർ അംഗീകരിക്കണം ഈ പ്രമേയം, ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം. അത് കഴിഞ്ഞിട്ട് പ്രമേയം ചർച്ചയ്ക്ക് വയ്ക്കണം. ആ ചർച്ചയിൽ ഈ ജഡ്ജിക്ക് വേണ്ടി ഒരു വക്കീലിന് ഹാജരാവാം. അപ്പം അന്ന് രാമസ്വാമിക്ക് വേണ്ടി ലോക്സഭയിൽ ഹാജരായ മാന്യനാണ് കപിൽ സിബൽ. ഇന്ന് വലിയ തത്വജ്ഞാനം പറയുന്നുണ്ട്. അന്ന് രാമസ്വാമിയെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയത് കപിൽ സിബൽ. കാശ് കൊടുത്തു കഴിഞ്ഞാൽ വക്കീലല്ലേ, ഇതാണ് ന്യായം. അപ്പോൾ ഈ പറഞ്ഞവരെല്ലാം കൂടെ ഇതിൻ്റെ ഒരു ഗ്യാങ്ങാണിത്, ഒരു നെക്സസ് ആണ്. അപ്പോൾ ഈ സംഭവത്തിൽ നോക്കിക്കോ, 14-ാം തീയതി രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. 21-ാം തീയതി രാത്രി ഓൺലൈനിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഓൺലൈൻ ഇത് വരുന്നു. പിറ്റേ ദിവസം പ്രിൻ്റഡ് പേപ്പേഴ്സിലെല്ലാം വരുന്നു, ചാനൽ വരുന്നു, ബഹളം തുടങ്ങുന്നു. അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അലഹാബാദ് ഹൈക്കോടതിയിലെ വക്കീലന്മാരെല്ലാം കൂടെ ബഹളം വയ്ക്കുന്നത്, ഞങ്ങളെന്താ ഇതാണോ, ഡസ്റ്റ്ബിന്നാണോ, അവിടെ കുഴപ്പം കാണിച്ച ആളിനെ ഇവിടെ വിടാനായിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് അവർ ബഹളം വയ്ക്കുന്നു. സുപ്രീം കോടതി അവർ നടത്തിയ എൻക്വയറിയുടെ കയ്യിൽ അവർക്ക് കിട്ടിയ വീഡിയോ എല്ലാം കൂടെ അവർ വെബ്സൈറ്റിൽ പുറത്തുവിടുന്നു. അപ്പോൾ എന്തുകൊണ്ട് 15-ാം തീയതി സുപ്രീം കോടതി ഇത് ചെയ്തില്ല? സുപ്രീം കോടതി സത്യസന്ധന്മാരാണെങ്കിൽ ഇത് പത്രത്തിൽ വരികയും ചാനലിൽ വരികയും ബഹളമാകുകയും ചെയ്യുന്നവരെ കാത്തിരുന്നത് എന്തിനാണ്? ഈ വീഡിയോ നിങ്ങൾ കിട്ടിയിട്ട് എത്ര ദിവസമായി? നിങ്ങൾ അയാളെ വിളിച്ചു, ഇയാളെ വിളിച്ചു, ചോദിച്ചു, പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉപാധ്യായ ഇദ്ദേഹം ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൊടുത്തു. ഈ റിപ്പോർട്ടൊക്കെ ഇവർ പുറത്തു വിട്ടിട്ടുണ്ട്. ബഹളം നടന്നപ്പോഴാണ് റിപ്പോർട്ട് പുറത്തു വിട്ടത്. അതുവരെ നിങ്ങളിത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു. എന്തിനു സൂക്ഷിച്ചു? ഇപ്പോൾ ഈ കത്തിയ നോട്ടുകൾ ആരുടെ കസ്റ്റഡിയിലാണ്? കാരണം ഫയർ ഇൻചാർജ് അങ്ങേര് ഇടയ്ക്ക് പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാർ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടൊന്നും കണ്ടിട്ടില്ല എന്ന്. പിന്നെ കണ്ടു എന്ന് പറഞ്ഞു. ഈ യശ്വന്ത് വർമ്മ എന്ന ജഡ്ജിയുടെ കോമ്പൗണ്ടിൽ ലോണിൽ അവിടെ കത്തിയ നോട്ടുകളുടെ കഷ്ണങ്ങൾ ഇന്നലെ വരെ കിടപ്പുണ്ട്. അത് മീഡിയ കാണിച്ചു. അതിനർത്ഥം അലക്ഷ്യമായിട്ട് ധൃതി പിടിച്ച് വാരിക്കെട്ടി അങ്ങോട്ടോ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വീണ് കിടക്കുന്നത്. എവിടെ കൊണ്ടുപോയി? ആരാണിത് ഹഷപ്പ് ചെയ്യാൻ ശ്രമിച്ചത്? ഈ ഫയർ ഓഫീസറെ കൊണ്ട് ഡയറക്ടർ ഓഫ് ഇതാണ് പുള്ളി, ഫയറിൻ്റെ ടോപ്പാണ് ഡൽഹിയിലെ. ആ മനുഷ്യനെ കൊണ്ട് ഒരു മൊഴി കൊടുപ്പിക്കാനും പിന്നെ കൊടുത്ത മൊഴി തിരിച്ചെടുപ്പിക്കാനും പവറുള്ളത് ആരാണ്?
അത് ഒരാളല്ല, ഒരു നെക്സസ്സാണ്. നമ്മുടെ പാർലമെൻറ്റും എക്സിക്യൂട്ടീവും ദുർബലമായി പോയി. ഇപ്പോൾ ഭരണം നടത്തുന്നത് ജുഡീഷ്യറിയാണ്. ഇപ്പോഴല്ല, കുറേ കാലമായിട്ട്. ഇപ്പോൾ ജഡ്ജസ് എൻക്വയറി ആക്ട് 1968, അതാണ് ജഡ്ജിമാരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള ചട്ടം. ഈ ചട്ടം ഉണ്ടാക്കിയ, ആക്ട് ഉണ്ടാക്കിയ കാലത്ത് തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ജഡ്ജിമാരുണ്ടാക്കും എന്നാരും പ്രതീക്ഷിച്ചില്ല. ഇവരുടെ ഇൻറ്റഗ്രിറ്റിയെ പറ്റിയുള്ള സംശയങ്ങളേ ഉള്ളൂ. ഈ കേസ് പോസ്റ്റ് ചെയ്ത് വാങ്ങുക, ചില പ്രത്യേക കേസിൽ എന്തെങ്കിലും ഇളവ് ചെയ്യുക, ജാമ്യം കൊടുക്കാതിരിക്കുക, കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻറ്റഗ്രിറ്റി പ്രോബ്ലംസ്. അപ്പോൾ അത് അന്വേഷിക്കാനാണ് ഇൻ ഹൗസ് കമ്മിറ്റി ഫോം ചെയ്യും. എന്നിട്ട് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഫേവററ്റിസം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ. അല്ലെങ്കിൽ ജഡ്ജിയുടെ സ്വഭാവ ദൂഷ്യം, പരസ്യമായിട്ട് മദ്യപിക്കുക. സുപ്രീം കോർട്ട് ജഡ്ജിയാണ്, പുള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ കള്ളിൻ്റെ കുപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല. വാട്ട് വിൽ യു ഡു? ഇതുപോലത്തേക്കുള്ള പ്രശ്നങ്ങളാണെന്ന് എൻവിസേജ് ചെയ്തത്. ചില്ലറ സ്വഭാവ ദൂഷ്യങ്ങൾ, അത് ഇതൊക്കെ. ഇപ്പം അതൊക്കെ പോയി, വലിയ പ്രശ്നങ്ങളായി. ഇപ്പം എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. മോദി സർക്കാർ റിലാക്സായിട്ട് ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കാരണം മോദി വന്നപ്പോൾ തന്നെ ആദ്യം കൊണ്ടുവന്ന മേജർ ഭരണഘടനാ ഭേദഗതിയാണിത്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ. അന്ന് രാജ്യസഭയിൽ മോദിക്ക് ഭൂരിപക്ഷമില്ല. ബട്ട് മറ്റ് കക്ഷികളെല്ലാം ചേർന്ന് ഇത് വേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സൊക്കെ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി. 16 അസംബ്ലികളും ഇതിനെ സപ്പോർട്ട് ചെയ്തു, റാറ്റിഫൈ ചെയ്തു. എന്നിട്ട് ആ ആക്ട് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു. ഭരണഘടനാ ബെഞ്ചാണ് 5 പേര്, 3 പേര് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു, 2 പേര് ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാരതത്തിൻ്റെ സുപ്രീമായിട്ടുള്ള പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ, 16 അസംബ്ലി, ഇത്രയും പേര് കൂടി പാസ്സാക്കിയ സാധനം 3 പേര്, ജീവിതത്തിൽ ഇന്ന് വരെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാത്ത 3 പേര് റദ്ദാക്കി. അന്ന് മോദി സർക്കാർ തീരുമാനിച്ചു, നമസ്കാരം, എന്താണെന്ന് വെച്ച് ചെയ്തു. വാസ്തവത്തിൽ മോദി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ആ ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് അവർ ഇന്ന കാര്യങ്ങൾ ഇതാണെന്നൊക്കെ പറയുന്നില്ല, ആ പഴുതും കൂടെ അടച്ചിട്ട് വീണ്ടും ഈ ബില്ല് ആക്റ്റാക്കി പ്രൊമൽഗമേറ്റ് ചെയ്യണം. എന്നിട്ട് സുപ്രീം കോടതി ചോദിക്കുക, നൗ വാട്ട് യു സീ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ഒരു കൺഫ്രണ്ടേഷനിലേക്ക് മോദി പോയില്ല. സുപ്രീം കോടതി എന്ത് ചെയ്തു? നിങ്ങളൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കുക, SOP എന്ന് പറയുമല്ലോ, എന്താ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇതുണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ നോക്കട്ടെ. മോദി സർക്കാർ കൊടുത്തില്ല. അത് നീണ്ടു പോയി 3 മാസമായി, 6 മാസമായി, 8 മാസമായി. സുപ്രീം കോടതി KK വേണുഗോപാലിനോട് ചോദിച്ചു, അന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ, അദ്ദേഹത്തോട് ചോദിച്ചു, എന്തായത് ഇതുവരെ തരാത്തത്, എത്ര നാളായി ഇത് പെൻഡിങ് കിടക്കുന്നു? KK വേണുഗോപാൽ പറഞ്ഞു, അതേ ഞങ്ങളിപ്പോൾ ബുദ്ധിമുട്ടി, ഞങ്ങളെന്ന് പറഞ്ഞാൽ സർക്കാർ ബുദ്ധിമുട്ടി ഒരു SOP ഉണ്ടാക്കി തന്നു എന്ന് വെച്ചോ, നിങ്ങളത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയും. നിങ്ങൾക്ക് TV-യിൽ ഹെഡ്ലൈൻ വേണം, സർക്കാരിന് വിവരമില്ലേ, ആരാണിത് ഡ്രാഫ്റ്റ് ചെയ്തത്, ഇങ്ങനെയാണോ ഫാസിസം നടപ്പിലാക്കാൻ നോക്കുകയാണോ, സുപ്രീം കോടതിയെ ഉപദേശിക്കാൻ സർക്കാർ ആരാ, ഇതൊക്കെ നിങ്ങൾ ചോദിക്കും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കള്ളാസുണ്ടായി കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ചോദിക്കും എന്നെ ഉപദേശിക്കാൻ താനാരാന്ന് ചോദിക്കും. ഇത് നിങ്ങൾ ചെയ്യും. നോ മിസ്റ്റർ വേണുഗോപാൽ, നോ, വാട്ട് ഈസ് ദിസ്? ഇപ്പം ഞാൻ സർക്കാരിനോട് പറഞ്ഞു നോക്കാം, അവർ തരികയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ തരാം. ദിസ് ഹാപ്പൻഡ് ഇൻ ഓപ്പൺ കോർട്ട്. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സുപ്രീം കോർട്ട് ആൻഡ് ഗവൺമെൻറ്. ആ ഒരു കാലത്ത് ഒരു 4 ജഡ്ജിമാർ പരസ്യ സമ്മേളനമൊക്കെ വിളിച്ചു. അത് അവരുടെ പ്രശ്നമായിരുന്നു. ചില പ്രത്യേക കേസുകൾ അവരുടെ മുമ്പിൽ വരുന്നില്ല, അത് വേറെ ചിലർക്ക് പോകുന്നു, ജൂനിയർ ജഡ്ജിമാർക്ക് പോകുന്നു. അതായിരുന്നു അവരുടെ ഗ്രീവൻസ്. ആ ഗ്രീവൻസ് അതല്ല, ജസ്റ്റിസ് ലോയ കേസാണ് അതിൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ വയ്ക്കാൻ നോക്കി. ബട്ട് അത് ക്ലച്ച് പിടിച്ചില്ല. അത് പാളയത്തിലെ പടയായിരുന്നു.
ഇത് എത്രയോ കാലമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ രാമസ്വാമിയുടെ കേസ് പാർലമെൻറ്റിൽ വന്നു കഴിഞ്ഞ് ഫൈനലി സംഭവിച്ചതെന്ന് അറിയാമോ? രാമസ്വാമി തമിഴ് കാർഡ് ഇറക്കി കളിച്ചു. തമിഴന്മാരെ ഒതുക്കാനായിട്ട് ഉത്തരേന്ത്യക്കാർ ചെയ്യുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. ഒടുവിൽ ആ ഇംപീച്ച്മെൻറ്റ് നടന്നില്ല. അതിലും രസം ഈ നിർമ്മൽജിത്ത് കൗർ എന്ന് പറഞ്ഞൊരു ജഡ്ജ് പഞ്ചാബ് ഹൈക്കോടതിയിൽ, നിർമ്മൽ യാദവ് എന്ന് പറഞ്ഞ വേറൊരു ജഡ്ജ്, രണ്ടുപേരും സ്ത്രീകളാണ്. ഒരു ദിവസം ഈ നിർമ്മൽജിത്ത് കൗറിൻ്റെ വീട്ടിൽ 15 ലക്ഷം രൂപ ഒരു പ്ലാസ്റ്റിക് ബാഗിലായിട്ട് ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകുന്നു. ഇതെന്താ സംഭവം? 15 ലക്ഷം ഇവിടെ തരാൻ പറഞ്ഞു. അവർ പോലീസിനെ വിളിച്ചു പിടിച്ച് ബഹളവും ലഹളയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇത് വാസ്തവത്തിൽ നിർമ്മൽ യാദവ് എന്ന ജഡ്ജിക്ക് കൊടുക്കാനുള്ളതാണ്. ആൾ തെറ്റി നിർമ്മൽജിത്ത് കൗറിന് കൊടുത്തു, പിടിക്കപ്പെട്ടു. ഇപ്പോഴും ആ കേസ് തീർന്നില്ല. ഇത് ഇപ്പോൾ ഗൂഗിളിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി 12 മറ്റോ നിർമ്മൽജിത്ത് കൗർ സത്യവാങ്മൂലം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്ത കാണാം. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ആവാൻ അവർ സമ്മതിക്കുകയില്ല. ഇപ്പോൾ ഈ യശ്വന്ത് വർമ്മയുടെ പേരിൽ 100 കോടി രൂപയുടെ ഒരു CBI കേസ്. ഒരു ഷുഗർ മില്ല് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സിൽ നിന്ന് ലോൺ എടുത്തു. അതിന് സഫീഷ്യൻറ്റ് കൊലാറ്ററൽ ഉണ്ടായിരുന്നില്ല. അത് കേസായി, പ്രശ്നമായി. ED CBI പ്രശ്നമൊക്കെ ആയി. ഈ മനുഷ്യൻ അതിൻ്റെ ഡയറക്ടറായിരുന്നു, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആ സമയത്തുള്ള കേസാണ്. സുപ്രീം കോടതി ആ കേസ് അങ്ങ് സ്റ്റേ ചെയ്തു. മെല്ലെ ഈ യശ്വന്ത് ശർമ്മ അലഹാബാദ് ഹൈക്കോടതിയിൽ ജഡ്ജായി. ചന്ദ്രചൂഡിന് പ്രിയപ്പെട്ട ആളായി. ചന്ദ്രചൂഡ് അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്ത് വന്നപ്പോൾ ഈ യശ്വന്ത് വർമ്മയും മെല്ലെ ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുവന്നു. ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അങ്ങേരെ നമ്പർ 2 ആയി. അവിടെ നമ്പർ 2 ഈസ് എ മെമ്പർ ഓഫ് കൊളീജിയ. ആദ്യത്തെ 4 ജഡ്ജിമാർ ചേർന്നാണ് ഹൈക്കോടതിയുടെ കൊളീജിയ. അവരാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കാനുള്ള പവറുമായിട്ട് ഈ യശ്വന്ത് ശർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ ഇരുന്നു. ചന്ദ്രചൂഡ് റിട്ടയറായി. യശ്വന്ത് വർമ്മ ഇവിടെ തുടർന്നു. ആ യശ്വന്ത് വർമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. യശ്വന്ത് വർമ്മ പറയുന്നത് എന്താ? എനിക്കൊന്നും അറിയില്ല, ഞാൻ ഭോപ്പാലിലായിരുന്നു, ഞാനും ഭാര്യയും. വീട്ടിൽ മകളും എൻ്റെ അമ്മയുമാണ് ഉണ്ടായിരുന്നത്. തീ പിടിച്ചു. അവർ പോലീസിനെ PCR അറിയിച്ചു, പോലീസ് കൺട്രോൾ റൂം. അവർ ഫയർഫോഴ്സിനെ അറിയിച്ചു. അവർ വന്ന് കെടുത്തിട്ട് പോയി. നോട്ട് കീട്ടെന്ന് പോയി. എനിക്കറിഞ്ഞൂടാ. ഐ വാസ് നോട്ട് ദെയർ. ഞാനവിടെ നോട്ടൊന്നും വെച്ചിട്ടില്ല. ആരെങ്കിലും ഇതുപോലത്തെ വഴിയരിയിലുള്ള ഒരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു റൂമാണ്. ആരെങ്കിലും നോട്ട് കൊണ്ടുപോയി വയ്ക്കുമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതും ശരിയല്ലേ? ഏതെങ്കിലും തലയ്ക്കുള്ള ഒരു മനുഷ്യൻ നേരെ ചൊവ്വേ പൂട്ടും താക്കോലും ഒന്നുമില്ലാത്ത, അതിനെ ചൊല്ലി തന്നെ തർക്കമുണ്ട്. ഇത് പൂട്ടിക്കിടക്കുകയായിരുന്നോ തുറന്നു കിടക്കുകയായിരുന്നോ ആരും പറയുന്നില്ല. ഇപ്പം ഈ ജഡ്ജിമാർ അന്വേഷിക്കാൻ പോകുന്നത് എന്തന്വേഷിക്കുമെന്ന് പറ. 3 പേരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ്, പഞ്ചാബ് ചീഫ് ജസ്റ്റിസ്, കർണാടകയിലെ ജസ്റ്റിസ് അനൂപ് ശിവരാമൻ. ഈ 3 പേരുടെ കമ്മിറ്റിയാണ് അന്വേഷിക്കുന്നത്. കമ്മിറ്റിക്ക് അന്വേഷിക്കാൻ പറ്റും? അവിടെ എത്ര സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അവരുടെ ഫോൺ കോള്, ആരെ വിളിച്ചു, എന്ത് ചെയ്തു, ജസ്റ്റിസ് വർമ്മയുടെ ഫോൺ, ഇതെല്ലാം ഒരു അന്വേഷിക്കണം. ഇത് പോലീസിനല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ജഡ്ജിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞതൊരു 150-160 പേരെയെങ്കിലും ചോദ്യം ചെയ്യേണ്ടി വരും. ഇവരെ ചോദ്യം ചെയ്ത് മൊഴി എഴുതിയെടുക്കാൻ പോവുക ഈ ജഡ്ജിമാർ. അതേന്ന് പറയും അവർ, ഞങ്ങൾ മൊഴി എഴുതിയെടുക്കും എന്ന് തീരും. അങ്ങനെ ആ എൻക്വയറി നീട്ടിക്കൊണ്ട് പോകും. വക്കീലന്മാരെന്ത് ചെയ്യും? നിസ്സഹായരാണ്. ഇപ്പോൾ യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിൽ പോസ്റ്റ് ചെയ്തു. യു ജസ്റ്റ് കനോട്ട് ഡു എനിത്തിങ്. യു കനോട്ട് ഡു. യശ്വന്ത് വർമ്മയ്ക്കൊരു കാര്യം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ഓർഡർ അദ്ദേഹത്തിന് തന്നെ ക്യാൻസൽ ചെയ്യാം. യു നോ ദാറ്റ്. അങ്ങനെയും പറ്റും. അങ്ങനെ ചെയ്ത ആളാണ് മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കർണൻ. ജസ്റ്റിസ് കർണനെ കൽക്കട്ട ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതി മാറ്റി. ജസ്റ്റിസ് കർണൻ അതൊരു റിട്ട് പെറ്റീഷനായിട്ട് സ്വമേധയാ കേസെടുത്തു. ആ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ പുറത്ത് സ്വമേധയാ കേസെടുത്തിട്ട് അത് റദ്ദാക്കി. ലീഗലി ഇറ്റ് ഈസ് കറക്റ്റ്. അങ്ങേര് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ്, അങ്ങേർക്ക് റദ്ദ് ചെയ്യാം. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് അദ്ദേഹത്തിന് റദ്ദ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സുപ്രീം കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ റദ്ദ് ചെയ്യാം.
വ്യത്യാസം മനസ്സിലാക്കണം. കർണൻ്റെ വിധി നിങ്ങൾ കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്ത് നിങ്ങൾ ജയിച്ചാൽ കർണനൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് കർണൻ്റെ പേരിൽ ഇറങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ അത് കർണന് ക്യാൻസൽ ചെയ്യാം. ഒടുവിൽ എന്തൊരു ദുരിതം. ഫൈനലി കർണനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. കർണന് സമൻസ് അയച്ചാൽ ആ സമൻസ് കർണൻ ക്യാൻസൽ ചെയ്യും. അത് ചെയ്യാമല്ലോ. അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കർണൻ്റെ അറസ്റ്റ് തടഞ്ഞ് കർണൻ തന്നെ ഓർഡർ ഇടുന്നു. വാട്ട് വിൽ യു ഡു? അതിനുള്ള പവറുണ്ട്. ഇറ്റ് വാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഡ് ലോക്ക്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഇത് മനുഷ്യന് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ഇല്ലാതെയാക്കും. ബേസിക്കലി ഇതിനെല്ലാം കാരണം ഈ ഒപ്പേക്കായിട്ടുള്ള ജുഡീഷ്യൽ ഈ നമ്മുടെ കൊളീജിയം സിസ്റ്റമാണ്. കൊളീജിയം സിസ്റ്റത്തിൽ അവർക്ക് അവരെ ഇഷ്ടമുള്ളവരെയാണ് അവർ നിയമിക്കുന്നത്. അത് വ്യക്തമാണ്. ഇപ്പോൾ ചന്ദ്രചൂഡിൻ്റെ കാര്യത്തിലൊക്കെ പറയില്ലേ, അച്ഛൻ ചന്ദ്രചൂഡ് കിർപ്പാലിനെ നിയമിക്കുന്നു, കിർപ്പാൽ മകൻ ചന്ദ്രചൂഡിനെ നിയമിക്കുന്നു, മകൻ ചന്ദ്രചൂഡ് ആ കിർപ്പാലിൻ്റെ മകനെ നിയമിക്കുന്നു. ഇനി ആ കിർപ്പാൽ ചന്ദ്രചൂഡിൻ്റെ മകൻ ഇപ്പോൾ വക്കീലായിട്ട് വരുന്നുണ്ട് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന്, അയാളെ നിയമിക്കുന്നു. ദിസ് ഇസ് ഹൗ ദേ പ്ലേ. കേരളത്തിലൊരു ചെറിയ ഗ്രാമമുണ്ട്, അതിരമ്പുഴ, കോട്ടയത്തിനടുത്ത്. ഭാഗ്യവാന്മാരാണ്. ആ പഞ്ചായത്തിന് വലിയ ഭാഗ്യമുണ്ട്. എത്ര സുപ്രീം കോടതി ജഡ്ജിമാരും ഹൈക്കോടതി ജഡ്ജിമാരും ഉണ്ടെന്നറിയാം ആ ഗ്രാമത്തിൽ നിന്ന്. ഇത് ഇപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ. പേരൊക്കെ പറയുന്നത് മഹാമോശം. ഇത് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യരുത്. ഈ അധികാരം ശരി, കുഴപ്പമില്ല. അധികാര ദുർവിനിയോഗം അധികകാലം ആൾക്കാർ പിടിച്ചു നിൽക്കുകയില്ല. ഒരിക്കൽ VR കൃഷ്ണയ്യർ, അദ്ദേഹമാണല്ലോ നടക്കുന്ന നിയമം, വാക്കിംഗ് ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ കഥകൾ പറയാൻ വേറെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സുപ്രീം കോടതി എന്ന ചുവന്ന കെട്ടിടം ഒരു ദിവസം ജനങ്ങൾ ഇടിച്ച് നിരത്തും. പുള്ളി ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ പറഞ്ഞതാണ്. ഇപ്പോൾ അത് ഇല്ലാതെ തന്നെ, കമ്മ്യൂണിസമൊന്നും ഇല്ലാതെ തന്നെ നാട്ടുകാർ നിരത്തുന്ന ലക്ഷണത്തിലെത്തിയിട്ടുണ്ട്. അത്രയ്ക്കാണ് ഇവരുടെ കവറപ്പ്. ഇറ്റ് ഈസ് എ കവറപ്പ് ജോബ്. കമോൺ, അത് സമ്മതിക്കാതെ വയ്യ. ഞാൻ കവറപ്പ് എന്ന് വിളിക്കുന്നത് 14-ാം തീയതി രാത്രിയിൽ നടന്ന സംഭവം 22-ാം തീയതി പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് സുപ്രീം കോടതി ഉണർന്നതും പബ്ലിക്കായിട്ട് ചില കാര്യങ്ങൾ പ്രസ് റിലീസും ഇതുമൊക്കെ നടത്തിയതും കൊളീജിയം കൂടിയത്. അതുവരെ കൊളീജിയം കൂടിയിട്ടില്ല. ഡൽഹി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ കൊളീജിയത്തിലെ മറ്റ് ജഡ്ജിമാർക്ക് പോലും ഇതറിയില്ല. സോ വാസ് ഇറ്റ് നോട്ട് എ കവറപ്പ് ജോബ്? അതൊരു ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. ഇതിന് ശേഷം 2000 ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു മോദി. അത് പ്രസ് ചെയ്തില്ല. കാരണം ആരെങ്കിലും BJP-യിൽ തന്നെ പറഞ്ഞ്, എന്തിനാ ചേട്ടാ വെറുതെ നമ്മൾ ആക്ട് പാസ്സാക്കും, അവർ ഭരണഘടനാ വിരുദ്ധമെന്ന് പറയും. വെറുതെ നാണക്കേട്, ഇതൊന്നും പോകണ്ട, അവന്മാരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. ഈ ആരോ ചോദിച്ചിരുന്നു, രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തിയതെങ്കിൽ എന്ത് കോലാഹലം ഉണ്ടായേനെ? ജഗദീപ് ധൻകർ ചോദിച്ചു, രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ജഗദീപ് ധൻകറാണ് ചോദിച്ചത്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, ഒരു സാധാരണക്കാരൻ, അവൻ്റെ വീട്ടിലാണ് ഇത് നടന്നതെങ്കിൽ അവൻ ഇതിനോട് ED-യുടെ കസ്റ്റഡിയിലേക്ക് പോവും. മാത്രമല്ല, അവനെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചു കഴിഞ്ഞാൽ ഇതേ സുപ്രീം കോടതി ചൂടാകും. ആർ യു ജോക്കിംഗ് വിത്ത് അസ്? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ അണ്ടർ അവർ നോസ്, ദാറ്റ് യു ഇൻ ക്യാപിറ്റൽ എന്നൊക്കെ ചോദിച്ചു. വൻ ബഹളം നടന്നതന്നെ. ഇവർ കാണണം ആ സമയത്തെ ധാർമ്മിക രോഷം. ഇതിപ്പോൾ ഒരു അനക്കുമില്ല. പക്ഷെ ഇതിങ്ങനെ പോയാൽ മൊത്തത്തിലൊരു വിശ്വാസ്യത നഷ്ടപ്പെട്ട് എന്ത് ചെയ്യും? വലിയ പ്രയാസമാണ്. ഇപ്പോൾ ജഗദീപ് ധൻകർ, മല്ലികാർജുൻ ഖാർഗെ പ്ലസ് സമ്മൺ എൽസ് അവരെ ഒരു കമ്മിറ്റിയായിട്ട് കൂടുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാനായിട്ട്. ബട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജഡ്ജിമാർ സ്വമേധയാ കൊളീജിയം പിരിച്ചുവിടുക, അതവർ യുസേർപ്പ് ചെയ്ത പവറാണ്. പാർലമെൻറ്റിൽ നിന്ന് തട്ടിയെടുത്ത പവറാണ്. അതിന് മുമ്പുള്ള സിസ്റ്റം നന്നായിരുന്നു എന്ന് ഞാൻ പറയുകയല്ല. അന്ന് നിയമമന്ത്രി അഥവാ പ്രധാനമന്ത്രിയാണ് ജഡ്ജിയെ വയ്ക്കുന്നത്. അത് ഇതിലും വഷളായൊരു
സാധനമായിരുന്നു. അത് മൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർ കൊളീജിയം ഉണ്ടാക്കി ഇവരുടെ കൈവേക്ക് എടുത്തു. അപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചു ഈ സംഭവിക്കുന്നത് 93-ലാണ്. ഞാനും ഒക്കെ അന്ന് കൊളീജിയത്തെ സപ്പോർട്ട് മതി, ജഡ്ജിമാർ തന്നെ തീരുമാനിക്കട്ടെ. കാരണം അത്രയധികം രാഷ്ട്രീയത്തിൽ ദുഷിപ്പ് വന്നിരുന്നു. ബട്ട് ഇത് വന്നു കഴിഞ്ഞ് ഇവരധപ്പതിക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ പക്ഷേ അത് പ്രത്യക്ഷമായിട്ട് കാണുന്നു. അവരുടെ ഫേവറിറ്റിസം, പാർഷ്യാലിറ്റി, അത് ഇതൊക്കെ പുറത്ത് വരുന്നു. അപ്പോൾ ഒരു സിസ്റ്റം ഓവറോൾ ആവശ്യമാണ്. ഇതൊന്നും വേണ്ട. ഇപ്പോൾ ഈ എൻക്വയറി കമ്മിറ്റി ഉണ്ടല്ലോ, 2 ചീഫ് ജസ്റ്റിസുമാരും പിന്നെ കർണാടക ഹൈക്കോടതിയിലെ ഒരു ജസ്റ്റിസും, അതിനകത്ത് 2 സിവിൽ സർവൻസിനെ ആരെങ്കിലും 2 മാന്യന്മാരെ കൂടെ പുറത്തുനിന്ന്, ജുഡീഷ്യറിക്ക് പുറത്തുനിന്നുള്ളവരെ വെച്ചാൽ കുറച്ചെങ്കിലും ആളുകൾ. ഇപ്പോൾ ഈ കമ്മിറ്റി കൂടിയിട്ട് യശ്വന്ത് വർമ്മ ഒരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ജനങ്ങൾ പറയും അതങ്ങനെയല്ലേ പറയുള്ളൂ. ഇനി യശ്വന്ത് വർമ്മയ്ക്ക് കുഴപ്പമുണ്ട് എന്ന് ഇവർ പറഞ്ഞാലോ, ഇപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾക്കിത് എപ്പോഴേ അറിയാം എന്നും പറയും. അതുകൊണ്ട് ഈ കമ്മിറ്റിക്ക് തന്നെ ഒരു വിശ്വാസ്യതയില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ആളെ വേണമെന്ന് ഞാൻ പറയും. പുറത്തുനിന്നുള്ളവർക്ക് ജുഡീഷ്യറി അവരെ വിശ്വസിക്കുന്നുമില്ല. എന്ത് ചെയ്യും? മഹാ കഷ്ടമാണ് ഇപ്പോഴത്തെ